ടാറ്റ കൊടുത്തേ. എവിടെ പോവാ? എവിടെ പോണേ? അച്ചാച്ചൻ്റെ അടുത്താണോ പോണത്? അച്ചാച്ചേ അച്ചാച്ചേ വെൽക്കം പറഞ്ഞേ. ഹലോ വെൽക്കം പറഞ്ഞേ. ഹായ് ഗായ്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇപ്പോൾ നമ്മൾ പോകുന്നത് കളമശ്ശേരി ഡെക്കാത്തലോണിലേക്കാണ്. നമ്മളവിടെ എത്തിയ സമയത്ത് പ്രോഗ്രാം ഓൾമോസ്റ്റ് സ്റ്റാർട്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഡെക്കാത്തലോണിൻ്റെ 49ാമത് വാർഷികത്തോടനുബന്ധിച്ച് വോയിസ് ഓഫ് പെരിയാർ എന്ന പരിപാടിയാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത്. കഴിഞ്ഞ 16 വർഷമായിട്ട് 15,000 പേരെ സൗജന്യമായി നീന്തൽ പരിശീലിപ്പിച്ച സജി വാളാശ്ശേരി സാറിനെ ആദരിക്കുന്ന ചടങ്ങും 2025 മെഗാ ക്രോസിങ്ങിൽ പങ്കെടുത്തവരെയും പിന്നെ കൈകാലുകൾ ബന്ധിച്ച് 1 കിലോമീറ്റർ നീന്തി ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ് കരസ്ഥമാക്കിയ 23 പെൺകുട്ടികളെയും 5 വയസ്സുകാരനായ കേദാറിനെയും. അയ്യോ, അത് ചെറുക്കൻ്റെ ഫോട്ടോ കണ്ടപ്പോഴത്തേനും ശരിക്കും എനിക്ക് സങ്കടം വന്നിട്ടാ. ഒരു കുഞ്ഞു ചെറുക്കനാണ്, 5 വയസ്സെന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ. സാറതെടുത്ത് പറയുകയും ചെയ്തു, UKG പഠിക്കുന്ന ഒരു കുഞ്ഞിന് സാധ്യമാവുമെങ്കിൽ അതെല്ലാവർക്കും സാധ്യമാവും. ഒരിക്കലും ആരും മുങ്ങിമരിക്കരുത് എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് അദ്ദേഹം ഇത് തുടങ്ങിയത് തന്നെ. ശാരീരിക വൈകല്യമുള്ള ഒരു ചേട്ടൻ, ആ ചേട്ടനും ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡിൽ കയറി. ഈ കുട്ടി ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന കുട്ടികളാണ് കേട്ടോ. കൈയും കാലും കെട്ടിയിട്ട് നീന്തിയ പെൺപിള്ളേർ എല്ലാം കുട്ടികളാണ്. ഒരാളാണ്, ഒരു ചേച്ചിയാണ് ഇത്തിരി മുതിർന്നതായിട്ടുണ്ടായുള്ളൂ. പിന്നെ വേമ്പനാട് കായൽ നീന്തി ക്രോസ് ചെയ്ത ചേട്ടന്മാർ, അവരെയൊക്കെ ആദരിക്കുന്ന ചടങ്ങുണ്ടായിരുന്നു അവിടെ. ഒന്ന് ആലോചിച്ച് നോക്കി, 16 വർഷമായിട്ട് ഇത്രയും കുട്ടികൾ, 15,000-ലേറെ കുട്ടികളെ നീന്തൽ സൗജന്യമായിട്ടാണ് അദ്ദേഹം പഠിപ്പിച്ചേക്കണത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ വലിപ്പം ഒന്ന് ആലോചിച്ച് നോക്കിയേ. അവിടെ സ്ക്രീനിൽ ഓരോ വീഡിയോ കാണിക്കുമ്പോഴും എനിക്ക് സങ്കടം വരുന്നതായിരുന്നു. എൻ്റെ കണ്ണൊക്കെ അറിയാതെ നിറഞ്ഞു പോകണമായിരുന്നു. എന്തോരം ആൾക്കാരാണ് ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ചേക്കണത്. സജി സാറിനെ മാത്രം പറയാൻ പറ്റില്ല, ഇതിന് പിന്നിൽ സാറിൻ്റെ ഒപ്പം നിൽക്കുന്ന ഒരുപാട് മെമ്പേഴ്സ് ഉണ്ട്. ഇത് പഠിച്ചിറങ്ങിയ സീനിയേഴ്സൊക്കെ വീണ്ടും അവിടെ ഇവരോടൊപ്പം നിന്ന് ഇതെല്ലാം ചെയ്യാണ്. ഇത്രയും കൊല്ലമായിട്ട് ഇത് സക്സസ് ആയിട്ട് പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരുപാട് പേരുടെ അധ്വാനവും കൂടി ഉണ്ട്. പിന്നെ നമ്മളവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ നല്ല മഴയായിരുന്നു കേട്ടോ. നല്ലോണം ചാറ്റലടിച്ച് കയറുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് പുറത്തേക്കൊന്നും ഇറങ്ങാനും പറ്റുന്നുണ്ടായിരുന്നില്ല. ആ സ്റ്റേജിൻ്റെ ഉള്ളിൽ തന്നെയായിരുന്നു കുറേ നേരം നിന്നേച്ചത്. അതുകൊണ്ട് അതിനാണെങ്കിൽ കരയാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആൾക്ക് നടക്കാനും പറ്റണില്ല. ആ സ്റ്റേജിൻ്റെ ഇടയിൽ എല്ലാവരുടെയും കൂടെ നിന്നിട്ടാണെങ്കിലും അവൻ ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റ് ആവണമായിരുന്നു. പിന്നെ മഴ ഒന്ന് മാറിക്കഴിഞ്ഞപ്പോഴാണ് ഞങ്ങളൊന്ന് പുറത്തേക്ക് ഇറങ്ങിയത് കേട്ടോ. അതിനും അപ്പോഴാണൊന്ന് ഹാപ്പി ആയത്. അതിനും ആരുടെയും കയ്യിൽ പോകുന്നുണ്ടായിരുന്നില്ല, ചേട്ടൻ്റെ കയ്യിൽ തന്നെ ഇരിക്കണമായിരുന്നു. പിന്നെ ഒരു പയ്യൻ വന്ന് അവനെ എടുത്തിട്ടാ, അവൻ്റെ കയ്യിലൊക്കെ പോകുന്നുണ്ടായിരുന്നു. പിന്നെ അവിടുത്തെ പയ്യന്മാരുടെ ഒപ്പമൊക്കെ ഓടി കളിക്കുന്നുണ്ടായിരുന്നു. കുറേ നേരം കഴിഞ്ഞപ്പോഴാണ് അതിനൊന്ന് സെറ്റ് ആയത് തന്നെ. സെപ്റ്റംബർ 30 തേക്കടിയിലുണ്ടായ ബോട്ടപകടത്തിൽ 45 പേർ മരണപ്പെട്ടു. അതിൽ 7 കുട്ടികൾ. മലയാളക്കരയുടെ ഉള്ളൊരു വാർത്തകൾ പലർക്കും മറക്കാൻ ആഴ്ചകളും മാസങ്ങളും വേണ്ടി വന്നു. എന്നാൽ ഈ സംഭവം ഒരു മനുഷ്യന്റെ മനസ്സിനെ ആഴത്തിൽ സ്പർശിച്ചു. അതെ, നമസ്കാരം. ആലുവയാണ് എന്റെ നാട്. സജി വാളശ്ശേരി നമ്പർ 2-നെ സ്വാഗതം ചെയ്യാണ്. ഓൾസോ ആരും പോകരുത്, നമുക്ക് ഈ ഒരു പരിപാടിയുടെ എൻഡിൽ വി ഹാവ് DJ ആൻഡ് വാട്ടർ ഡ്രംസ്. അപ്പോൾ ആരും തന്നെ നമ്മുടെ പരിപാടികൾക്ക് കഴിഞ്ഞ് മാത്രമേ പോകുള്ളൂ, ആരും ഇത് കഴിഞ്ഞ് പോകരുത്. ഓൾസോ നിങ്ങൾ ഇന്ന് എടുക്കുന്ന പിക്ചേഴ്സ് സ്പോട്ടി ഹിസ്റ്ററി എന്ന് പറയുന്ന പേജിന് ഫാത്തിമ ജുമാന, ജമിത VA, മുഹമ്മദ് ഇഷാൻ KA, നിതിൻ നിഹാദ് നബി, നിഷ ആർ നായർ, പെട്രോസ് SS ദേവ്, സജിത് TS. അന്നക്കുട്ടെ ചമൂസ സൂപ്പറാണോ? സൂപ്പറല്ലേ? അയിനോ സൂപ്പറല്ലേ? സൂപ്പറല്ലേ? പറ സൂപ്പറാന്ന് പറ. കാണിച്ച സൂപ്പറാന്ന് കാണിച്ചവന. ഇതാണ് കേട്ടോ ശ്രീമോൻ്റെയൊക്കെ ഗ്രൂപ്പ്. ഇവരെന്താ 19 ഗ്രൂപ്പ് എന്തോ ഉണ്ടായിരുന്നു. ശ്രീമോൻ്റെയൊക്കെ നമ്പർ 14 അതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല പോസ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ശ്രീമോനൊക്കെ സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നു. പിന്നെ നിന്നില്ല, പിന്നെ DJ പ്രോഗ്രാമൊക്കെ ആയിരുന്നു. പക്ഷെ അതിനൊന്നും നിന്നില്ല. അതിനെക്കുട്ടി അലമ്പായി തുടങ്ങിയതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇന്നത്തെ വീഡിയോ കഴിഞ്ഞെന്ന് പറഞ്ഞേ. ബായ് പറ. ബായ് പറ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ബൈ.